നമസ്കാരമുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ തൃശ്ശൂർ പൂരത്തിനെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായമാണ്. നല്ലൊരു റിവ്യൂ ഇട്ടിട്ട് ഇന്ന് എല്ലാവരും ഒരു പൂരത്തിൻ്റെ ആഘോഷം പോലെ നമ്മുടെ ഒരു വീഡിയോ ആസ്വദിപ്പിക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ്. പക്ഷേ വളരെ അധികം വിഷമകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. കാരണം എനിക്ക് അത്രമാത്രം ടച്ച് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഫീലിംഗ് ചെയ്തിട്ടുള്ള ഒരു പൂരം, അതായത് ഞാൻ ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ ആസ്വദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് എന്ത് പൂരമാണ് ഇപ്പോൾ ഈ വർഷം നടന്നത് എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. ശരിക്കും പൂരം കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം കേട്ടോ. നിങ്ങൾ കണ്ടതൊരു ഫോട്ടോ എങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് അറിയിക്കുക. കാരണം നമുക്ക് കാണാൻ കഴിഞ്ഞില്ല, അത്രമാത്രം നമ്മൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. എന്നെ മാത്രമല്ല, അങ്ങനെ ഒരുപാട് വ്യക്തികളെയും എൻ്റെ പിന്നിലുള്ളവരും എൻ്റെ ഒപ്പമുള്ളവരെയും ഞങ്ങൾ പൂരം കാണാൻ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ആദ്യം പറയുന്നത്. എല്ലാ ജില്ലകളിലും അല്ലെങ്കിൽ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു പൂരമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പൂരത്തിന് ഒരുപാട് ജില്ലകളിലാണെങ്കിൽ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നും വരെ ആളുകൾ വന്നു പോകുന്ന ഒരു ഉത്സവമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർക്കാരുടെ പൂരം എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ പിറ്റേ ദിവസമാണ്. അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇന്നലെ തൃശ്ശൂർ പൂരമായിരുന്നു. ഇന്നലെ തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് VIP-കളും അതുപോലെ തന്നെ സാധാരണക്കാരും വന്ന് നിറഞ്ഞുന്ന ഒരു ടൈമിൽ അവിടുത്തെ ഒരു ഉത്സവത്തിൻ്റെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരത്തിന് സാധാരണ ഉത്സവങ്ങളെ പോലെ ചെറുപൂരങ്ങളോ അല്ലെങ്കിൽ മറ്റേ കാവടിയാട്ടങ്ങളോ പൂച്ചെണ്ടുകളോ അല്ലെങ്കിൽ തെയ്യം, തിറ, ശിങ്കാരമേളം അങ്ങനത്തെ ഒരുപാട് ഐറ്റംസുകളൊന്നുമില്ല. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലഞ്ഞിത്തറ മേളം അല്ലെങ്കിൽ ആൽത്തറ മേളം, പഞ്ചവാദ്യം, തായമ്പക അങ്ങനത്തെ ഒരു മേളവാദ്യങ്ങളോട് കൂടിയിട്ടുള്ള നല്ല ഒരു ക്ലാസ് പൂരാണെന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്ത് പറയാം. അങ്ങനെ ഉത്സവം ഇന്നലെ രാവിലെ മുതൽ ആരംഭിച്ചിട്ടുള്ള ഒരു ഉത്സവം ഇന്ന് 3 മണിക്ക് വെടിക്കെട്ട് കഴിഞ്ഞ് ഈ നേരം വരെ തിക്കും തിരക്കും അടിയും ബഹളം എന്ന് പറഞ്ഞിട്ട് ഇതുപോലൊരു തൃശ്ശൂർ പൂരം ഒരു കൊല്ലത്തും ഞാൻ കാണാൻ ഇടയുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫാമിലിക്ക് ഒരു ഭാര്യ, ഭർത്താവ്, കുട്ടികൾ അല്ലെങ്കിൽ അമ്മ, അച്ഛനൊക്കെ ആയിട്ട് ഒരുമിച്ച് പോയിട്ട് ഈ ഒരു പൂരം കാണാൻ പറ്റാത്തൊരവസ്ഥയായി. അതിന് മെയിനായിട്ട് എടുത്തു പറയേണ്ട കാര്യം, പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മളങ്ങോട്ട് അടുപ്പിക്കണില്ല എന്നുള്ളൊരവസ്ഥയിലാണ്. അതെന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കാത്തത്. 3 കിലോമീറ്റർ ചുറ്റളവാണ് ഈ തൃശ്ശൂർ റൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ഒരു 1.5 കിലോമീറ്ററോളം റൗണ്ട് അടിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ വരരുത്, ഇവിടുന്ന് അങ്ങോട്ട് പോയിക്കോ എന്നുള്ളതാണ്. വീണ്ടും അവർ തിരിച്ച് ഇങ്ങോട്ട് പോകുന്നു. ഈ കാലുകൊണ്ടൊക്കെ വയ്യാത്ത ഈ അമ്മമാരൊക്കെ എങ്ങനെ അവിടെ എത്തിയിട്ട് എന്തോരം കഷ്ടപ്പാടുണ്ടെന്നുള്ളത് ഈ പൂരം കാണാൻ കഴിയാണ്ട്. റൗണ്ട് മുഴുവൻ ബാരിക്കേഡ്, അതായത് ഈ ഗ്രില്ല് വെച്ച് അടച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ ഇത്രമാത്രം കവുങ്ങുകൾ കൊണ്ടും മുള കൊണ്ടും ഇങ്ങനെ കെട്ടിയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കണം എന്നുള്ള മനസ്സിലാവാത്ത. സാധാരണ ഒരു ഗാനമേള ഉണ്ടാകുമ്പോൾ നമുക്ക് പെണ്ണുങ്ങൾക്ക് വേറെ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് വേറെ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേറെ അങ്ങനെ ഒരു ഡിവൈഡ്നെസ് കാണാറുണ്ട്. ഇത് ഒരുപാട് പ്രൊട്ടക്ഷൻ കൊടുത്ത് എന്തിനാ ഇങ്ങനെ, എന്നിട്ട് ഒരു കാര്യമില്ലേനും പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴേക്കും കംപ്ലീറ്റ് ചവിട്ടി പൊളിച്ച് മറിച്ചിട്ടുണ്ടാവും. കാരണം ജനങ്ങൾ അത്രമാത്രമാണ്, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ജനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ സാധാരണ ആ തൃശ്ശൂരിൻ്റെ റൗണ്ടിലുള്ള, അതായത് ഈ ഉത്സവം നടക്കുന്ന, ഈ കുടമാറ്റം നടക്കുന്ന അവിടുത്തെ ഒരു തിരക്ക് മാത്രമേ ഇവർക്ക് ഇത് നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. കാരണം ഇവിടെ ബ്ലോക്ക് ചെയ്താൽ തൊട്ടപ്പുറത്തെ റൗണ്ടിൽ ബ്ലോക്ക് ആവും, അത് കഴിഞ്ഞാൽ അശ്വിനി ജംഗ്ഷൻ്റെ അവിടെ ബ്ലോക്ക് ആവും, അത് കഴിഞ്ഞ് പാട്രാക്കിൽ കടന്നു, പിന്നെ തിരൂർ, കോഞ്ചി റോഡ്, അതുപോലെ എല്ലാ സ്ഥലങ്ങളും, ഒല്ലൂർ റൂട്ടാണെങ്കിലും അയ്യന്തോൾ റൂട്ടാണെങ്കിലും ഏത് റൂട്ടാണെങ്കിലും ഇത്രമാത്രം ടൈറ്റ് വരുന്നത് ഇവിടത്തെ ഒരു കൺട്രോളിങ് കൊണ്ടാണ്. ഇത് മനസ്സിലാക്കുന്നില്ല. പിന്നെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ സ്റ്റേഷനിലും പോലീസുകാരെ കൊണ്ടുവന്നിട്ടുണ്ട്. അക്കാദമിയിൽ നിന്ന് വേറെ ഇത്രമാത്രം പോലീസുകാരെ കൊണ്ട് ഇവിടെ നിറഞ്ഞു. ഇത്രയും പോലീസുകാർ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും പോലീസുകാർ വേണ്ട എന്നുള്ളതല്ല പറയണത്. ഇത്രയും പേര് കൃത്യമായ സ്ഥലങ്ങളിലാണെങ്കിൽ, അത്രയും പോയിന്റുകളാണെങ്കിൽ അത്രയും സ്പേസിൽ ആളുകൾക്ക് നിന്ന് ഈ പൂരം കാണാന്നുള്ളതാണ്. എന്തിനാണ് ഇത്രമാത്രം പോലീസുകാരെന്നുള്ളത് മനസ്സിലാവണില്ലേ. നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ചിലവർ ഫോണിലിരുന്ന് ചുമ്മാ കളിക്കുക, ചിലവർക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് ഇല്ല. വെറുതെ ഇങ്ങനെ അയ്യോ നമ്മൾ അവരോട് സംസാരിക്കാൻ കഴിയില്ല, അവർ നമ്മളോട് തട്ടിക്കയറും, പിന്നെ അവരും പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ ഡ്യൂട്ടി മുകളിൽ നിന്ന് കൊടുക്കുന്ന ഒരു പ്രഷറിലാണ് അവരും ഡ്യൂട്ടി ചെയ്യുന്നത്. അതുകൊണ്ട് എവിടെ ചെന്നാലും ഒന്നില്ലെങ്കിൽ കയറ് കെട്ടും, അല്ലെങ്കിൽ ഒരു ഗ്രില്ലിടും, അല്ലെങ്കിൽ ഒരു മുള കൊണ്ട് കെട്ടിയിട്ടുണ്ടാവും. ഒരിക്കലും പൂരം കാണാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. എന്ത് തൃശ്ശൂർ പൂരം ആദ്യമായിട്ട് എങ്ങനെ ഒരു പൂരത്തിനെ വെറുക്കപ്പെടുന്നത്. ഇത്രമാത്രം ചൂടിലും ഈ ഉത്സവം കാണാൻ എത്ര സ്ഥലങ്ങളിൽ നിന്ന് എത്ര ഫാമിലി, അതുപോലെ എത്ര ആളുകൾ വന്നിട്ടുണ്ടെന്നുള്ളത് അറിയും. ഇത് ഒരുപാട് പരാതികൾ നിറയുന്ന ഒരു പൂരമായി ഇന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തൃശ്ശൂർ പൂരം വെറുക്കപ്പെട്ടൊരു പൂരമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഈ ഒരു ഒറ്റ വർഷം കൊണ്ട് ആദ്യമായിട്ട് കണ്ടുള്ളവർക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം പരാതികൾ കൊണ്ട് നിറഞ്ഞു ഈ വർഷത്തെ പൂരം എന്നുള്ളതാണ്. പിന്നെ പൂരങ്ങളുടെ പുറമേലുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ അങ്ങനെ, അവരുടെ പരാതി വേറെ. അതിനൊപ്പം തന്നെ ഉത്സവത്തിൻ്റെ ഉള്ളിലുണ്ടായ അതിൻ്റേതായ ആചാരങ്ങൾക്ക് വരെ കോട്ടങ്ങൾ തെറ്റുന്ന രീതിയിലാണ് ഈ വർഷം സംഭവിച്ചതെന്നുള്ളതാണ്. പുലർച്ചെ പൂരൊക്കെ, അതായത് പകൽപൂരൊക്കെ ഒരു ആനേനെ വെച്ച് എഴുന്നള്ളിച്ചിട്ടുള്ള ഒരു പൂരം ചരിത്രത്തിലുണ്ടായിണ്ടാവില്ല.
അത്രമാത്രം. പിന്നെ വെടിക്കെട്ടൊക്കെ അതായത് 7:30-ക്കൊക്കെയാണ് കാലത്ത് വെടിക്കെട്ട് പൊട്ടിയിരിക്കുന്നത്. എത്ര ആളുകൾ എത്ര ക്ഷമ കെട്ടിട്ട് ഇത്ര ആളുകളെ പറ്റിച്ച പോലെ എന്തുകൊണ്ടാണ് കാരണം എന്നുള്ളത് മനസ്സിലാവണില്ല. തെച്ചുകോട്ടാവ് രാമചന്ദ്രൻ നെയ്തലക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റിയിട്ട് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ എത്ര ആരാധകർ, ആനേനെ കാണാനും എത്ര ആരാധകർ അവിടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും നിൽക്കണ്ടായിരുന്നു എന്നറിയോ. അപ്പോഴേക്കും കയറ് കെട്ടി, അപ്പോഴേക്കും പോലീസുകാരും മിലിറ്ററി ഉദ്യോഗസ്ഥരും അവരെ ഫോഴ്സ് ചെയ്തിട്ട് എന്തുമാത്രം സ്ത്രീകളെയും കുട്ടികളെയും അവർ തള്ളി ഷൗട്ട് ചെയ്തിട്ട് പുറത്തേക്ക് വിടുക എന്നുള്ളതാണ്. അത് കാണുമ്പോൾ നമുക്ക് വിഷമായി എന്നുള്ളതാണ്. അത്രമാത്രം എന്തിനാണ് ഇങ്ങനെ ഒരു പൂരം കാണാനല്ലേ ഇവരൊക്കെ വന്നിരിക്കുന്നത്? ഇവരൊക്കെ ഉള്ളത് കൊണ്ടല്ലേ പൂരം നടക്കുന്നത് എന്നുള്ളത് ഇവരെന്താ മനസ്സിലാക്കാത്തത്? തൃശ്ശൂർ ജില്ല ഏതാണെന്നുള്ളതെങ്കിൽ തൃശ്ശൂർ പൂരം എന്താണെന്നുള്ളത് പോലും അറിയാത്തവരാണ് ഇവിടെ വന്നിട്ട് ഈ ഫോഴ്സ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് ആദ്യം ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലുള്ളവർ ഇതിന് കറക്റ്റായിട്ട് അതിനെ നിയന്ത്രിക്കാൻ കഴിയണം എന്നുള്ളതാണ്. പൂരം കാണാൻ അവർ വന്നോട്ടെ, എന്താണ് ഇങ്ങനെ എല്ലാവരും അവോയ്ഡ് ചെയ്യണം എന്നുള്ളത്? ആരും ഇല്ലാതെ പൂരം നടത്താനാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാ ചാനലിലും കാണിക്കുന്നത് എന്താ? പോലീസുകാരുടെ അനാസ്ഥ എന്നുള്ളതാണ്. സത്യത്തിൽ അത് തന്നെയല്ലേ നമ്മൾ കണ്ടതും. എന്ത് പൂരാണത്? വെറുക്കപ്പെട്ടൊരു പൂരായി. തേക്കുംകാട് മൈതാനിയിൽ അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു സ്ഥലം. അവിടെ ഇപ്പോൾ ഒരു സൈഡിൽ എക്സിബിഷൻ വന്നതുകൊണ്ട് പിന്നെ അത് അങ്ങനെ ആ ഒരു ഭാഗം എടുത്തു പോയി എന്നുള്ളതാണ്. ആ ഭാഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. അതിൻ്റെ തൊട്ടപ്പുറത്ത് വാട്ടർ ടാങ്കും അതുപോലെ തന്നെ പാർക്കുമാണ്. അത് പിന്നെ ആ ഭാഗം നമ്മൾ ചിന്തിക്കുന്നില്ല. അവിടെ മുതൽ ഇവിടെ വരെയുള്ളത്, അതായത് നമ്മുടെ നടുവിലാല് വരെയുള്ള സ്ഥലം ഒരുപാട് സ്പേസ് ഉള്ളൊരു സ്ഥലം. അവിടെ ഒരുപാട് കവുങ്ങുകൾ കൊണ്ട് കെട്ടിയിട്ടും വെറുതെ മറിച്ചിട്ടും ഇങ്ങനെ കെട്ടിയിട്ടും വെറുതെ ബ്ലോക്ക് ചെയ്തിട്ട് ഒരുപാട് സ്ഥലം അങ്ങനെ വേസ്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു സ്ഥലത്ത് പിന്നെ വെടിക്കെട്ടിന് വേണ്ടിയിട്ട് സ്പേസ് വിട്ടത് കൊണ്ട് പിന്നെ ആ ഭാഗത്തേക്ക് പൂവും വേണ്ട. പിന്നെ ഇപ്പുറത്തെ സ്ഥലത്തുകൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പൂമരങ്ങൾ നിൽക്കുന്നുണ്ട്. ആ മരത്തിൻ്റെ ചോട്ടിലാണ് ആകെയുള്ള ഒരു തണൽ എന്ന് പറയുന്നത്. കുറച്ച് പ്രായമായിട്ടുള്ളവർക്കും, അതായത് ഒരു വെയിൽ കൊണ്ട് വാടി വീഴുന്നവർക്കും വയസ്സായവർക്കും ഒന്നും നിൽക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പേസാണ് ആ ഒരു പൂമരത്തിൻ്റെ ചോട്ടിൽ എന്നുള്ളത്. അവിടെ ആണെങ്കിൽ കല്യാണ മണ്ഡപം പോലെയാണ് ഒരു പോലീസുകാർക്ക് ഒരു വലിയൊരു സംഭവം, ഒരു കല്യാണ മണ്ഡപം പോലെ കെട്ടിയിട്ട് വെച്ചേക്കാണ്. എന്താണ് ഇതാണോ കൺട്രോൾ റൂം? കൺട്രോൾ റൂമിൻ്റെ ആ ഒരു ഷെഡ് കാരണം അത്രയും സ്പേസിൽ, അല്ലെങ്കിൽ ഒരു 6000 സ്ക്വയർ ഫീറ്റിലാണ് ആ ഷെഡ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിൽക്കാനുള്ള ആളുകളുടെ സ്ഥലവും പോയി എന്നുള്ളതാണ്. ആയിക്കോട്ടെ, VIP ആണ് അല്ലെങ്കിൽ വലിയ ഉദ്യോഗസ്ഥന്മാരാണ്, അവരിരുന്ന് അത് ഫാൻ കൊണ്ടിട്ട് അവരത് കണ്ടോട്ടെ എന്നുള്ളത് വയ്ക്കാം. ബാക്കിയുള്ള എല്ലാ ഫാമിലീസും കുട്ടികളും കംപ്ലീറ്റും ആ വെയിൽ കൊണ്ടിട്ട് ബാക്കിയുള്ള മൈതാനിയിൽ. അതുപോലെ തന്നെ ബാത്റൂമിൽ, എല്ലാ ബാത്റൂമിലും താൽക്കാലികം കെട്ടി ബാത്റൂമാണെങ്കിലും എല്ലാത്തിലും വെള്ളമില്ല. ബ്ലോക്കായിട്ടാണെങ്കിൽ അങ്ങനെ ഫാമിലിക്ക് കയറി പോകാൻ പറ്റണില്ല, ഏതെങ്കിലും ഒരു സ്ത്രീക്ക് കയറാൻ പറ്റണില്ല. അങ്ങനെ ഒരു കുറ്റിയും കുളത്തില്ലാത്ത ബാത്റൂമുകളും ആവശ്യമില്ലാണ്ട് കുറേ പൈപ്പിൽ വെള്ളം വരുന്നുണ്ട്, ബാത്റൂമിൻ്റെ ഉള്ളിൽ വെള്ളമില്ലേനും. പിന്നെ മീഡിയക്കാരുടെ വണ്ടികളെ കൊണ്ട് കഴിഞ്ഞ കൊല്ലം കണ്ട സ്ഥലങ്ങൾ, പൂരം കാണാൻ കുടമാറ്റം കാണുമ്പോൾ ഒരു സൈഡിൽ നിന്ന് കാണാൻ പറ്റിയിട്ടുള്ള സ്പേസ് മുഴുവൻ മീഡിയക്കാരുടെ വണ്ടികളെ കൊണ്ട് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പൂരത്തിനെ കുറിച്ചിട്ട്, അതായത് പൂരം കഴിഞ്ഞിട്ട് നല്ലൊരു റിവ്യൂ, പൂരത്തിനെ കുറിച്ച് നല്ലൊരു അഭിപ്രായം ഞാൻ നമ്മുടെ വീഡിയോയിലൂടെ അവതരിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ എനിക്കത് ഒരുപാട് വിഷമങ്ങളായിട്ട് തോന്നിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിട്ടുണ്ട് ഇന്നലെ തൊട്ടിട്ട് ഇന്ന് വരെ. അതുകൊണ്ടാണ് നമുക്കത് അങ്ങനെ ഒരു വീഡിയോ എനിക്ക് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു ഇമോഷൻ മാത്രം, അല്ലെങ്കിൽ എൻ്റെ ഒരു വിഷമം മാത്രമായിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ അവതരിപ്പിച്ചത്. ഈ വീഡിയോ ഇതിൽ പറയുന്നത് കൊണ്ട് എൻ്റെ പരാതികൾ നിങ്ങൾ അറിയുന്നുള്ളൂ. നിങ്ങൾ ഉത്സവം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ ഒരു കമൻറ്റ് പോലെയെങ്കിലും അറിയിക്കുക. അത് മറ്റുള്ളവരൊന്നും അറിയട്ടെ. അടുത്ത വർഷമെങ്കിലും നമുക്ക് ഇതൊക്കെ മാറ്റി പിടിച്ച് നമ്മുടെ പഴയ തൃശ്ശൂർ, അല്ലെങ്കിൽ പഴയ തൃശ്ശൂരിൻ്റെ പൂരം എന്നുള്ള ഒരു സംഭവത്തിലേക്ക് നമുക്ക് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതൊരു ഇമോഷണായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. എന്തായാലും ഏത് പാർട്ടി ഭരിച്ചാലും ആര് വന്നാലും എവിടെ വന്നാലും ഈ ഒരു നിയമങ്ങളൊക്കെ എടുത്തു പോയിട്ട് വീണ്ടും ഒന്ന് ഫ്രീ ആയിട്ട് പഴയ പോലെ എല്ലാവർക്കും നടന്ന് ചുറ്റി കാണാൻ അതിൻ്റേതായ ഒരു കൺട്രോളിൽ വന്നിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് ഈ ഒരു ഉത്സവം കാണാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു വീഡിയോയിൽ ആർക്കെങ്കിലും അതൊരു വിഷമകരമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നിലൂടെ ഞാൻ അത് ഒരു എന്താ പറയുക, അതൊരു തെറ്റായിട്ടാണെങ്കിൽ അത് ക്ഷമിക്കുക എന്നുള്ളതും കൂടി പറയുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം, താങ്ക്സ്. ഞാൻ നിങ്ങളുടെ രാകേഷ്.